ഒന്ന് ചേച്ചി ഹലോ, വെൽക്കം ബാക്ക് ടു പീക്കിരി സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ അജ്മാനിൽ വന്നിട്ട് ഒരു ദിവസം ഒരു വീക്കെൻഡ് ഔട്ടിംഗ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ അജ്മാൻ ഫെസ്റ്റിവൽ ലാൻഡിൽ പോവാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിവിടെ സ്ഥിരമുള്ള കാഴ്ചയാണ്. വീരും നൈനും ലിഫ്റ്റിന് വേണ്ടി അടികൂടും. ആരാദ്യം പ്രസ് ചെയ്യുന്നുള്ള വാശിയിലാണ് ഇവർ. ഇന്ന് കുറച്ച് ഡീസൻ്റായിട്ട് നിൽക്കുകയാണ്, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതല്ല അവസ്ഥ. ഇന്ന് നൈന് വീട്ടിൽ വിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു ഹറിബറിയിലാണ് പോകുന്നത്. വലിയ പ്ലാനിങ് ഒന്നുമില്ല, വലിയ എക്സ്പെക്റ്റേഷനൊന്നും കൂടാതെയാണ് പോകുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. നമ്മുടെ വീടിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ് സ്ഥലം. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. വീടിന് കാറെന്ന് വെച്ചാൽ ജീവനാണ്. കാറിൽ കയറി യാത്ര ചെയ്യാമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് ഇരിക്കണം, എല്ലാം തന്നെ ചെയ്യണം. ഇതാണ് വീടിൻ്റെ ആഗ്രഹം. അതിന് പിന്നെ ആസ് യൂഷ്വൽ കുറേ ടോയ്സും ഡോളും ഒക്കെ എടുത്തിട്ടാണ് വരാം. ഞങ്ങൾ പുറപ്പെടാണ്. നമ്മൾ പോയ സമയം ഒരു 7 മണിയൊക്കെയാണെന്ന് തോന്നുന്നു. വലിയ ട്രാഫിക്കൊന്നുമില്ല. യൂഷ്വലി അജ്മാനിൽ അത്ര ട്രാഫിക്കില്ല. എന്നാലും ഞങ്ങൾ പോണ സമയം എന്തായാലും ഞങ്ങളുടെ അടുത്തുള്ള സിറ്റി സെൻറ്ററാണ്. നമ്മളിവിടെയാണ് സിനിമയൊക്കെ കാണാൻ പറ്റുന്നത്. അവിടെ വലിയൊരു പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഭയങ്കര ഹ്യൂജ് പാർക്കൊന്നും അല്ല അത്. എന്നാലും നമുക്ക് എന്താണെന്ന് ഒരു അറിയില്ലല്ലോ. അതിൻ്റെ അകത്ത് കയറിയിട്ട് വേണം. നമ്മളൊരു വീഡിയോ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇതിനെപ്പറ്റി. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുള്ളൂ. 5 രൂപയാണ് ടിക്കറ്റ് പ്രൈസ്. 3 വയസ്സിൽ താഴോട്ടേക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. നിറയെ ലൈറ്റ്സും LED ഷോ ഒക്കെയാണ്. ആദ്യം തന്നെ വീര് പേടിച്ചു പോയി ഈ ആളെ കണ്ടപ്പോൾ. വീരുവിന് ഇങ്ങനത്തെ ഉള്ള ക്യാരക്ടേഴ്സിനൊക്കെ കാണുമ്പോൾ ആക്ച്വലി പേടിയാകുമെന്ന്. അതിന് അച്ഛനെ സൂപ്പിടാൻ തുടങ്ങി. അതിൽ കയറണം ഇതിൽ കയറണം എന്ന് പറഞ്ഞു. വീരും അപ്പം തന്നെ അച്ഛൻ്റെ ഒക്കത്ത് കയറിയിരിക്കുകയാണ്. അച്ഛൻ കുറേ കൺവിൻസ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് വീരന്. പക്ഷെ വീരൻ അവരൊന്നും വീഴുന്നില്ല. താഴെ ഇറങ്ങുന്നേ ഉണ്ടായില്ല. ഞങ്ങൾ പോയപ്പോൾ അന്ന് ദിവസം വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. അത്ര വലിയ എക്സൈറ്റിംഗ് റൈഡ്സ് ഒന്നും ഉണ്ടായില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വാക്ക് അറൗണ്ട് ചെയ്തോന്ന് കണ്ടു എന്തൊക്കെയുണ്ട് എന്നുള്ളത്. ഇതുപോലെ ഫോട്ടോൻ ക്യാൻഡീസൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരും. അതിനാ നമ്മളെ നോക്കും. നമ്മൾ കണ്ണ് വീഴ്ച കാണിക്കും. അപ്പോൾ അവളുന്നുണ്ടായിരിക്കും. വലിയ ആളുകൾക്കുള്ള റൈഡ്സൊക്കെ ഉണ്ട്, കിഡ്സിനുള്ള റൈഡ്സ് ഉണ്ട്. നമ്മളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഫണ്ണായിരിക്കും. ഇവർ രണ്ടുപേരും ഒരു റൈഡ്സിലും അങ്ങനെ കയറിയൊന്നുമില്ല. ഇതിന് ആസ് യൂഷ്വൽ പേടിയാണ്. പിന്നെ അത്ര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയില്ല റൈഡ്സ് ഒന്നും. അവൾക്ക് ക്യാരക്ടേഴ്സിന് ഭയങ്കര ഇഷ്ടമായി. എസ്പെഷ്യലി ഈ സീക്വൻസ് ഒക്കെ നിൽക്കി. അവളൊരു സീക്വൻസ് ഫാനാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അവളവിടെ വീണു. പിന്നെ വലിയ മനുഷ്യനൊക്കെ കണ്ടപ്പോൾ തന്നെ വീടിൽ കിളി പോയി പേടിച്ചൊക്കത്തായി. ഒരുപാട് കുട്ടികൾ അത് എൻജോയ് ചെയ്യുന്നുണ്ടായി. ഒരുപാട് പേര് കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം. ആ വലിയ ആളെ കുഞ്ഞുവാവകളൊക്കെ എടുത്ത് തോളത്ത് വെച്ച് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ടായി. ആ ജോക്കറിനെ പോലെ ഇരിക്കുന്ന ആൾ നൈനിൻ്റെ അടുത്ത് നിന്ന് കുറേയൊക്കെ സ്ട്രിക്തരൊക്കെ കാണിച്ചു. കുറേയും കൂടെ കുട്ടികളുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നാൽ കുറച്ചുകൂടെ ഫണ്ണായിരിക്കും. ഞങ്ങളിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടാൽ നടക്കുമായിരുന്നു. ഒരു റാബിറ്റ് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് കയറി. അവിടെ വേറെ ഫീസാണ്. ടിക്കറ്റ് നമ്മൾ വേറെ എടുക്കണം.
അത്ര സ്പെഷ്യലായിട്ടൊന്നുമല്ല, കുറച്ച് റാബിറ്റിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ബലൂൺസൊക്കെ വെച്ച് പിന്നെ റിയൽ ആയിട്ടുള്ള റാബിറ്റ്സിനൊക്കെ വെച്ച് ഇറ്റ്സ് another fun. ചെറി ബ്ലോസം ട്രീ ഒക്കെ അവർ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയൊക്കെ വെച്ച് അത് നേരി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മൈനൂന് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇന്നതെന്നില്ല, അവൾക്ക് പാമ്പിനെ വരെ ഇഷ്ടമാണ്. ഏത് ഇത്തിരി ഡിസ്റ്റൻസിൽ നിന്ന് എല്ലാത്തിനും നോക്കുള്ളൂ. ഞാൻ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. ഒരു റാബിറ്റ് പാപ്പ കഴിക്കുന്നുണ്ടോ? ഇവിടെ 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 യെല്ലോ പാത്രത്തിൽ നിന്ന് പാപ്പ കഴിക്കുന്നുണ്ടോ? പാപ്പ തരാണോ? പാർക്കാണ്. ഞങ്ങളിപ്പോ റാബിറ്റ് പാർക്കിലാണ്. ഇവിടെ കുറെ റാബിറ്റ് ബലൂൺസ് ഉണ്ട്, റിയൽ റാബിറ്റ്സ് ഉണ്ട്, ഇവിടെ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. കോട്ടൺ കാൻഡീസ്, അങ്ങനത്തെ പോലെ മിക്കി മൗസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. റാബിറ്റ് പാർക്കിൽ തന്നെ ഇതൊരു LED സ്വിങ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി നല്ല രസമാണ്. കുട്ടികൾ അവിടെ കടന്നും കറങ്ങിയൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടാവും. അതിന് അതിൽ നിന്ന് ഇറങ്ങി പോരാനേ മനസ്സിലായില്ല. പക്ഷെ ഒരുപാട് കുട്ടികൾ ക്യൂവിൽ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടാണ് അതിന് അതിൽ നിന്ന് ഇറങ്ങണത്. വീടിന് ഇതിലിരിക്കാനും പേടിയായിരുന്നു. ഞാനൊരു പ്രിൻസസ് ആണെന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് കിടക്കാണ്. ഇത് കുറച്ച് സ്കെയറി ഒരു റൈഡാണ്. നമ്മളൊരു 45 minutes ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോകുന്നു. ഞാൻ റൈഡ് കണ്ടതാണ്. ഇങ്ങനെ പോയിട്ട് നേരെ അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തു. ഇവിടെ ചുറ്റും കറങ്ങി ഒരു ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ഞാൻ കണ്ടപ്പോ ഞാൻ ലുലുമാളിൽ പോയപ്പോ ഒരു ബോട്ട് ഉണ്ടായിരുന്നു. ആ ബോട്ടിൽ ഞാൻ കയറില്ല. ഞാനാണെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കായിരുന്നു. അപ്പൊ ഇവിടെ നല്ല സ്ഥലം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടാണ് ഫിനിഷ്. ബൈ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ പോയി. ഞാൻ ലൈം ജ്യൂസ് ടേസ്റ്റ് ചെയ്യാണ്. അത്ര ഫാനല്ല, എന്നാലും അവൾ ട്രൈ ചെയ്തു. വീടിന് സ്ട്രോയിൽ കുടിക്കാൻ അറിയില്ല. അപ്പോൾ അത് അവന് അങ്ങനെ കൊടുക്കുന്ന ഇഷ്ടമല്ല. അവന് വലിച്ച് കുടിക്കുകയും വേണം, അറിയത്തുമില്ല. അപ്പം ഞങ്ങളുടെ ഒരു കുട്ടി വീഡിയോ ഇത്ര ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് എ ഫൺ ഈവനിങ്. ഞങ്ങൾ എൻജോയ് ചെയ്തു. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.